രണ്ടാം പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് സിപിഐഎം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും പാലിച്ചില്ല. കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന പതിവ് പല്ലവി നിർത്തണം. പാർട്ടിയുടെ തെറ്റുതിരുത്തൽ പ്രക്രിയകൾ സമ്മേളനത്തിലെ പ്രഖ്യാപനം മാത്രമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി നാളെ സമ്മേളനത്തിൽ പങ്കെടുക്കും. അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു കൊല്ലത്തുനിന്ന്. അൽ അമീൻ, വിമർശനങ്ങൾ കടുക്കുകയാണല്ലോ കൊല്ലത്ത്. സുജയ, ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. പല എൽ എ കമ്മിറ്റികളും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെയും CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പല പ്രതിനിധികളും ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഈ ചർച്ചകൾക്ക് നേതൃത്വം മറുപടി പറയുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ കേന്ദ്ര ഫണ്ടില്ല, കേന്ദ്രത്തിന്റെ പ്രതികൂല നിലപാടുകൾ ചൂണ്ടിക്കാട്ടി പല പദ്ധതികളും മാറ്റിവെക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് അകലുന്നൊരു സാഹചര്യമുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടുകൾ പൂർത്തിയാക്കാത്ത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രശ്നങ്ങളും ചർച്ചയിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ നാളെ സമ്മേളനം സമാപിക്കുകയാണ്. നാളത്തെ പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സർക്കാരിനെതിരേക്ക് ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല, സംസ്ഥാന സമ്മേളനം കൂടി നടക്കാനിരിക്കുന്ന കൊല്ലത്തെ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അതൊക്കെ വലിയ സജീവ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതേ ജില്ലയിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിനൊക്കെ അത്തരമുള്ള വിഭാഗീയത പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി മുഖ്യമന്ത്രി പ്രതിനിധി സമ്മേളനത്തിൽ പറയുമോ എന്നുള്ളതൊക്കെ ഉറ്റുനോക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഈ ചർച്ചകൾക്ക്, ഈ വിമർശനങ്ങൾക്ക് നേതൃത്വം മറുപടി പറയുകയും ചെയ്യും. നാളെ പുതിയ ജില്ലാ പ്രതിനിധികളെയും അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനത്തിന് പങ്കെടുക്കേണ്ട പ്രതിനിധികളെയും തെരഞ്ഞെടുക്കുകയും ചെയ്യും. സുജ. ഓക്കെ, അൽ അമീനാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.